ഡിയർ സ്റ്റുഡൻസ്, എൻജിനീയറിംഗ് ഡ്രോയിങ് എന്ന പാഠഭാഗത്തെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പരിചയപ്പെട്ടു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് മിനി ഡ്രാഫ്റ്റർ. നിങ്ങൾ ഡ്രോയിങ്ങിൽ തന്നെ ഇപ്പം ആദ്യം ടി സ്ക്വയർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ മിനി ഡ്രാഫ്റ്റർ പരിചയപ്പെടുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. സ്മോൾ ഷേപ്പ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഫോർ ഡ്രാഫ്റ്റിംഗ് ദി മെഷീൻസ്. നമ്മൾ മെഷീൻസുകളും പല ഭാഗങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മിനി ഡ്രാഫ്റ്റർ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ടി സ്ക്വയർ അല്ലേ. പിന്നെ നമുക്ക് ടി സ്ക്വയർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, സ്കെയില്, ഇത് നാലും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് മിനി ഡ്രാഫ്റ്റർ എന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മിനി ഡ്രാഫ്റ്റർ? അത് വളരെ സിമ്പിൾ ആൻഡ് സ്മോൾ ഷേപ്പ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മെഷീൻസൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതെന്തിൻ്റെയൊക്കെ ഫങ്ഷനുകൾ ഈ ഒരു മിനി ഡ്രാഫ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ടി സ്ക്വയർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, സ്കെയില്, ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു മിനി ഡ്രാഫ്റ്റർ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മിനി ഡ്രാഫ്റ്ററിൽ. ഇതാണ് അതിൻ്റെ ഫിഗർ. അപ്പോൾ ഈ ഫിഗർ നോക്കൂ, ഇവിടെ എന്തുണ്ട്? ഒരു ഡ്രോയിങ് ബോർഡ് ഉണ്ട്. ആ ഡ്രോയിങ് ബോർഡിൽ ഈ ഒരു സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ മിനി ഡ്രാഫ്റ്റർ അവിടെ ഫിക്സ് ചെയ്യുക. ആ ഡ്രോയിങ് ബോർഡിൽ അവിടെ ഫിക്സ് ചെയ്യും. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതിൽ നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, മടക്കാനും നിവർത്താനും പറ്റും. അപ്പം അതിൽ ഈ കാണുന്ന ഇവിടെ ഒരു സ്കെയിൽ ഉണ്ടാവും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്രാക്ടറാണ്. ഇവിടെയാണ് ആ പ്രൊട്രാക്ടർ കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ 2 സ്കെയിൽ ഉണ്ടാവും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്കെയിൽ ഉണ്ടാവും, വെർട്ടിക്കൽ ആയിട്ടുള്ള സ്കെയിൽ ഉണ്ടാവും. അപ്പം ഇവിടെ ഈ ഒരു പ്രൊട്രാക്ടറിൽ സീറോ ആവുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ സ്കെയിൽ ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഡ്രോയിങ് ഹോളിൽ വെച്ചിട്ട് പറഞ്ഞുതരും എപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രൊട്രാക്ടറിൽ സീറോ പോർഷനുമായിട്ടാണ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യേണ്ടത്. ഈ ഒരു 2 സ്കെയിൽ, ഹൊറിസോണ്ടൽ സ്കെയിലും വെർട്ടിക്കൽ സ്കെയിലും അവിടെ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ലൈൻസൊക്കെ വരയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമുക്കുള്ള ഇഷ്ടമുള്ള ആംഗിളിലും വരയ്ക്കാൻ പറ്റും. കാരണം ഈ 0 എന്നാണ് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ലൈനും വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ആംഗിളുകളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫിക്സ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. പ്രൊട്രാക്ടർ, സെറ്റ് സ്ക്വയർ, സ്കെയില്, ടി സ്ക്വയർ, ഇതൊക്കെ കൂടെ അതിൻ്റെ ഫങ്ഷൻ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് മിനി ഡ്രാഫ്റ്റർ. ഇനി അടുത്ത് നമുക്ക് സെറ്റ് സ്ക്വയർ. നമുക്ക് ലോവർ ക്ലാസ്സുകളിൽ തന്നെ ജോമെട്രിക്കൽ ബോക്സിനോട് ഒപ്പമുള്ളതാണ് ഈ സെറ്റ് സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ സെറ്റ് സ്ക്വയർ 2 ടൈപ്പ് ഉണ്ട് അല്ലേ. 45-45 ഡിഗ്രീൻ്റെ ഉണ്ട്. 45-45 ഡിഗ്രീൻ്റെയും 30-60 ഡിഗ്രിയുടെയും സെറ്റ് സ്ക്വയറുകൾ ഉണ്ട്. അപ്പം സെറ്റ് സ്ക്വയർ 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളാം. കോമ്പറ്റേറ്റീവ് എക്സാമിൻസൊക്കെ കാണാറുണ്ട്. 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത്. അതിൽ 45-45 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സൈസ് വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി 60-30 ആണെങ്കിൽ 25 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈസ് വരിക. ഇതും ഒന്ന് ഓർത്ത് വെച്ചോളാം. സാധാരണ സെറ്റ് സ്ക്വയർ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാവാറുണ്ട്, വുഡ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതൊക്കെയാണ് മെയിനായിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ടി സ്ക്വയർ ആണിത്. ഈ ടി സ്ക്വയറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വെർട്ടിക്കൽ ലൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നത്? നമ്മൾ മിനി ഡ്രാഫ്റ്റർ ഇല്ലാതെ നമുക്ക് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എഞ്ചിനീയർ സ്കെയിലാണ് പഠിക്കാനുള്ളത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് എഞ്ചിനീയർ സ്കെയിലുകൾ നമുക്കുണ്ട്. M1 മുതൽ M8 വരെയാണ് എന്നുള്ളത്. അത് ഓരോന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ബ്യൂറോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS പ്രകാരമാണ് ഇത്രയും 8 തരത്തിലുള്ള സ്കെയിലുകൾ, സ്റ്റാൻഡേർഡ് സ്കെയിലുകളുള്ളത്. ഓക്കെ, അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം.
അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കണം, അതിൻ്റെ സ്കെയിലിൻ്റെ റേഷ്യോസ് ഒന്ന് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ആദ്യം M1 ആണ് കേട്ടോ. M1 എന്ന് പറഞ്ഞാൽ 1:1 ആൻഡ് 1:2. ഇത് രണ്ടുമാണ് M1 എന്ന സ്കെയിലിൽ ഉൾപ്പെടുന്നത്, 1:1 ആൻഡ് 1:2. ഇനി നെക്സ്റ്റ് ഏതാണ്? M2 ആണ്. M2 എന്ന് പറഞ്ഞാൽ ഇതിന് ഡിസ്ക്രിപ്ഷൻ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സ്കെയിലാണ് പഠിക്കേണ്ടത് കേട്ടോ. ഇനി M2 ആണെങ്കിൽ 1:2.5 ആൻഡ് 1:5 ആണ് M2 വരുന്നത്. 1:2.5 1:5. ഇനി M3 ആണെങ്കിൽ അതിൻ്റെ സ്കെയിൽ വരുന്നത് എത്രയാണ്? 1:10 ആൻഡ് 1:20. അപ്പോൾ ഇതിൻ്റെ നോക്കൂ, ഒക്കത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ രണ്ടാമത് വരുന്നത് 1:1, 1ൻ്റെ ഇരട്ടി 2 അല്ലേ? ഇവിടെ 2.5ൻ്റെ ഇരട്ടി 5, 10ൻ്റെ ഇരട്ടി 20. അപ്പോൾ ഒന്ന് പഠിച്ചാൽ മറ്റേത് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് 1:50. അപ്പോൾ അതിൻ്റെ ഇരട്ടി എത്രയായിരിക്കും? 1:100 അല്ലേ? അപ്പോൾ അതാണ് M4 വരിക. അപ്പോൾ സ്കെയിൽ ഇങ്ങനെ ഒരു കോഡ് വെച്ച് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തത് M5 അല്ലേ? M5 ആണെങ്കിൽ 1:200, 1:500, 1:400 കാണാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 1:200 1:500 ആണ് M5 വരുന്നത്. M6 വരുന്നത് 1:300, അതിൻ്റെ ഇരട്ടി 1:600. ഇനി M7 ആണെങ്കിൽ 1:400 ആൻഡ് 1:800. ഇനി M8 ആണെങ്കിൽ 1:1000 ആൻഡ് 1:2000. ഓക്കെ, അപ്പോൾ ഇത്രയും സ്കെയിലാണ്. അതിൻ്റെ സ്കെയിലുകൾ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. ഏതൊക്കെയായിരുന്നു? M1 ആണെങ്കിൽ 1:1 ആൻഡ് 1:2, M2 ആണെങ്കിൽ 1:2.5 ആൻഡ് 1:5, M3 ആണെങ്കിൽ 1:20 ആൻഡ് 1:50. ഇനി M4 ആണെങ്കിൽ 1:50 ആൻഡ് 1:100. ആൻഡ് M5 ആണെങ്കിൽ 1:200 ആൻഡ് 1:500. M6 ആണെങ്കിൽ 1:300 ആൻഡ് 1:600. M7 ആണെങ്കിൽ 1:400 ആൻഡ് 1:800. ആൻഡ് ലാസ്റ്റ് വൺ M8 ആണെങ്കിൽ 1:1000 ആൻഡ് 1:2000. ഇത്രയാണ് നമ്മുടെ സ്കെയിലുകൾ വരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.